എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 9 ശ്ലോകം 9, 10, 11, 12, 13, 14, 15 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. യയാതി മകന്റെ യൗവനം മേടിച്ച് വിഷയസുഖം അനുഭവിച്ച് കുറെ കാലം അനുഭവിച്ച് സുഖമായിട്ട് ജീവിച്ചു. അതിലിങ്ങനെ മുഴുകി. പിന്നെ വിരക്തി വന്നപ്പോ ദേവയാനി ശർമ്മിഷ്ഠയും കൂടി ഭാര്യമാരെ കൂടി അതിൽ ആ വിരക്തി വരണം വേണ്ടിയിട്ട് ഒരു കഥ തന്റെ ജീവിതത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കഥ ഉണ്ടാക്കി, ഒരു ഗാനമാക്കിയിട്ട് ആടുജീവിതം, ആടിനെ പോലെ വെറും ഒരു മൃഗത്തിനെ പോലെ അങ്ങനെ വിഷയത്തിൽ ആണ്ട് ജീവിച്ചു. അത് അവരെയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഗാനമായിട്ട് ഇങ്ങനെ കഥയായിട്ട് പറഞ്ഞ് അവർക്ക് കൊടുക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഗംഗണപതയേ നമഃ സംസരസ്വത്യൈ നമഃ ഗുരുഭ്യോ നമഃ. ശ്ലോകം 9. സോപി ചാനുഗതസ്ത്രൈണ കൃപണസ്താം പ്രസാദിതും കുറുവൻ ഇടവിടാകാരം നാശക്നോൽപഥി സന്ധിതും. സ്ത്രൈണ സ്ത്രീവശനും കൃപണ ദീനനുമായ സ അപി അവനും താം പ്രസാദിതും അവളെ പ്രസാദിപ്പിക്കാനായിക്കൊണ്ട് ഇടവിടാകാരം ചില ശബ്ദങ്ങളെ കുറുവൻ പുറപ്പെടുവിക്കുന്നവനായിട്ട് അനുഗത പിന്നാലെ ഗമിച്ചു. പഥി സന്ധിതും വഴിയിൽ പ്രസാദിപ്പിക്കുവാൻ ന അശക്നോത് ശക്തനായില്ല. സ്ത്രീക്ക് അടിമപ്പെട്ടവനും ഇന്ദ്രിയാരാമനം ആയതുകൊണ്ട് ദുഃഖിതനുമായ ആ ആണാട്, ആടിന്റെ സ്വഭാവമായിട്ടുള്ള ആട് പുറപ്പെടുവിക്കലോ ചില ശബ്ദങ്ങള്, അങ്ങനെയുള്ള ചില വികൃത ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് പെണ്ണാടിന്റെ പിന്നാലെ ചെന്നു. പെണ്ണാട് പിണങ്ങി പോയിരിക്കുക മറ്റേ ആദ്യത്തെ യജമാനന്റെ അടുത്തേക്ക്. വഴിയിൽ വെച്ച് കാലൊക്കെ പിടിച്ചു സാന്ത്വനം ചെയ്തുവെങ്കിലും പ്രസാദിപ്പിക്കാൻ ശക്തനായില്ല. കഥ പറയാണ്. അപ്പൊ ഈ ദേവയാനി മുഷിഞ്ഞു പോയില്ലോ. ആ ദേവയാനിയോട് വഴിയിൽ വെച്ച് ചെയ്ത സ്തുതികള്, ആ കാല് പിടിക്കല് ഒക്കെ ഉണ്ടായല്ലോ, അതെല്ലാം വ്യർത്ഥമായി എന്നുള്ള അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കഥ പറയണത് യയാതി മഹാരാജാവ്. തസ്യാസ്തത്ര ദ്വിജ കശ്ചിൻ അജാസ്വാമ്യച്ഛിനൽ രുഷാ ലംബന്തം വൃഷണം ഭൂയ സന്തതേ അർത്ഥായ യോഗവിദ്. തസ്യ അജാസ്വാമി ആ അജയുടെ നാഥനായ കശ്ചിൽ ദ്വിജ ഒരു ബ്രാഹ്മണൻ രുഷ രോഷത്താൽ ലംബന്തം വൃഷണം ഇഴഞ്ഞുകിടക്കുന്ന വൃഷണത്തെ അച്ഛിനൽ ഛേദിച്ചു. ഭൂയ രണ്ടാമതും അർത്ഥായ സ്വകാര്യം സാധിക്കാനായിക്കൊണ്ട് യോഗവിദ് ഉപായജ്ഞൻ സന്തതയെ സന്ധിപ്പിച്ചു. ആ പെണ്ണാടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ദേഷ്യം വന്നിട്ട് ആ കൊറ്റനാടിന്റെ ഇഴഞ്ഞുകിടക്കുന്ന അണ്ടത്തെ മുറിച്ചു കളഞ്ഞു. ഉടൻ തന്നെ ആ ദ്വിജൻ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി മുറിച്ചു കളഞ്ഞ അണ്ടത്തെ സന്ധിപ്പിക്കുകയും ചെയ്തു. ശുക്രമുനിയുടെ ശാപം കൊണ്ട് ജര ബാധിച്ചുല്ലോ യയാതിക്ക്. പുത്രി സ്നേഹ നിമിത്തം ജരയെ മാറ്റം ചെയ്യാൻ അനുഗ്രഹിച്ചുല്ലോ. പിന്നെ അതിനെ സൂചിപ്പിച്ചിരിക്കുകയാണ്. സംബദ്ധവൃഷണ സോപീഹി അജയാകൂപലബ്ധയാ കാലം ബഹുതിഥം ഭദ്രേ കാമേർനാദ്യാപി തുഷ്യതി. സംബന്ധവൃഷണ സംബന്ധിക്കപ്പെട്ട വൃഷണത്തോടുകൂടിയ സ അപി അവനും കൂപലബ്ധ അജയ കൂപത്തിൽ നിന്ന് ലഭിച്ച ആടിനോടുകൂടി ബഹുദിഥം കാലം അധികം കാലം കാമേഹി കാമങ്ങൾ കൊണ്ടും അദ്യാവി ഇപ്പോഴും ന തുഷ്യതി സന്തോഷിക്കുന്നില്ല. വൃഷണം സന്ധിപ്പിച്ചതുകൊണ്ട് ആ മൈഥുനത്തിലൊക്കെ സമർത്ഥനായിട്ട് ഭവിച്ചു. അങ്ങനെയുള്ള ആണാട് കൂപത്തിൽ നിന്ന് ലഭിച്ച പെണ്ണാടിനോടുകൂടി ചേർന്ന് കുറെ കാലം കാമഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദേവയാനോട് പറയാ, ഹേ ശോഭനെ, ഇന്നും സംതൃപ്തനായിട്ടില്ല ആ ആണാടിന്. തഥാഹം കൃപണ സുഭ്രു ഭവത്യാ പ്രേമയന്ത്രിത ആത്മാനം നാഭിജാനാമി മോഹിതസ്തവ മായയാ. സുഭ്രു സുന്ദരി, തഥാ കൃപണ അഹം അപ്രകാരം ദീനനായ ഞാൻ, ഭവത്യാ പ്രേമയന്ത്രിത ഭവതിയുടെ പ്രേമത്താൽ ബന്ധിക്കപ്പെട്ടവനും, തവ മായയാ മോഹിത നിന്റെ മായയാൽ മോഹിക്കപ്പെട്ടവനുമായിട്ട് ആത്മാനം ആത്മാവിനെ നാഭിജാനാമി അറിയുന്നില്ല. ഇതുവരെ ആ കഥ അങ്ങനെ വേറെ ഒരാളുടെ കഥ പോലെ പറഞ്ഞു. പിന്നെ കഥ സാരത്തിനെ പറ്റി സ്പഷ്ടമായിട്ട് തന്നെ തന്റെ കഥയോട് യോജിപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ദേവയാനിയോട്. എന്നിട്ട് പറയണു, ഹേ സുന്ദരി, ആ ആടിനെ പോലെ ഇന്ദ്രിയത്തിന് അധീനപ്പെട്ടവനും നിന്റെ പേരിലുള്ള ആ പ്രേമപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ടവനും നിന്റെ ഈ പ്രേമ വിലാസാദി ചേഷ്ടകൾ കൊണ്ട് മോഹിച്ചിരിക്കുന്നതിനുമായ ഞാൻ ഈ ദേഹവിലക്ഷണമായിരിക്കുന്ന ആത്മാവിനെ, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന് അറിയാതെ, അതിനെപ്പറ്റി മനസ്സിലാക്കാതെ അറിയാതെ തന്നെ ഇരിക്കുന്നു. അജ്ഞനായിട്ടിരിക്കുന്നു ഞാൻ ആത്മാവിനെ അറിയാതെ
എന്ന് പറയുന്നു. യത് പൃഥിവ്യാം വ്രീഹിയവം ഹിരണ്യം പശവസ്ത്രിയ ന ദുഹ്യന്തി മനപ്രീതിം പുംസ കാമഹതസ്യതേ. പൃഥിവ്യാം പൃഥിവിയിൽ യത് വ്രീഹിയവം എത്ര വ്രീഹിയവമുണ്ടോ, ഹിരണ്യം സ്വർണം, പശവ പശുക്കൾ, സ്ത്രീകൾ എത്രയുണ്ടോ, തേ അവ, കാമഹതസ്യ പുംസ കാമത്താൽ ഹനിക്കപ്പെട്ട പുമാന്റെ മനപ്രീതി മനസ്സന്തോഷത്തെ ന ദുഹ്യന്തി പൂരിക്കയില്ല. എന്നാൽ ഇനിയും കുറച്ചു കാലം കൂടി നമുക്ക് വിഷയസുഖം അനുഭവിക്കാം, അപ്പോ കാമം ശമിക്കും, അങ്ങനെ നമ്മുടെ മോഹവും ശമിക്കും എന്നാണ് നീ പറയാൻ ഭാവമെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. പരമാർത്ഥം ഞാൻ പറയാം, കേട്ടോളൂ. ഈ ഭൂമിയില് ധാന്യങ്ങള്, സ്വർണം മുതലായ നാണ്യങ്ങള്, പശു മുതലായ മൃഗങ്ങള്, സ്ത്രീകള്, ഇതൊക്കെ എത്രത്തോളം ഉണ്ടോ അത്രയും ഒന്നായിട്ട് ചേർന്നാലും കാമത്തിന് അധീനനായ പുരുഷന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ മതിയാവില്ല. നജാതു കാമകാമാനാം ഉപഭോഗേന ശാമ്യതി ഹവിഷാ കൃഷ്ണവർമ്മേവ ഭൂയ ഏവാഭിവർദ്ധ. കാമാനാം ഉപഭോഗന, കാമങ്ങളുടെ ഉപഭോഗം കൊണ്ട് കാമ തൃഷ്ണ ജാതു ന ശാമ്യതി, ഒരു കാലത്തും ശമിക്കുകയില്ല. ഹവിഷ ഹവിസ്സുകൊണ്ട്, കൃഷ്ണവർമ്മ ഇവ അഗ്നി എന്ന പോലെ, ഭൂയ പിന്നെയും പിന്നെയും, അഭിവർദ്ധതേവ അധികരിക്കുക തന്നെ ഉള്ളൂ. പറഞ്ഞതിനെ തന്നെ പിന്നെ ഉദാഹരണപൂർവ്വം സ്പഷ്ടാക്കുകയാണ്. വിഷയസുഖങ്ങളുടെ അനുഭവത്താൽ ഒരു കാലത്തും വിഷയസുഖ തൃഷ്ണ ശമിക്കില്ല. നെയ്യ് ഒഴിക്കണത് കൊണ്ട് അഗ്നി ഉജ്ജ്വലിക്കുകയല്ലേ ചെയ്യുള്ളൂ. പിന്നെയും പിന്നെയും നെയ്യ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമായിട്ട് കത്തുകയല്ലേ ചെയ്യാം. അതുപോലെ അനുഭവിക്കും തോറും തൃഷ്ണയും അധികരിച്ചുകൊണ്ടേയിരിക്കും. യഥാ ന കുരുതേ ഭാവം സർവഭൂതേഷു അമംഗളം സമദൃഷ്ടേസ്തദാ പുംസ സർവാ സുഖമയാ ദിശ. സർവഭൂതേഷു സർവപദാർത്ഥങ്ങളിലും അമംഗളം ഭാവം അശോഭനമായ വിചാരത്തെ യഥാ ന കുരുതേ എപ്പോൾ വെക്കാതിരിക്കുന്നുവോ തഥാ അപ്പോൾ സമദൃഷ്ടേ പുംസ സമദർശിയായ പുരുഷന് സർവാദിശ സർവദിക്കുകളും സുഖരൂപങ്ങളും. അപ്പൊ പിന്നെ എങ്ങനെയാ മനസ്സിന് സമ്പൂർണ്ണ പ്രീതിയും കാമോപശാന്തിയും ഒക്കെ ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് 6 ശ്ലോകം കൊണ്ട് ഉത്തരം പറയാണ്. ഒരു പദാർത്ഥത്തിലും ഒരു ആഗ്രഹവുമില്ലാതെ, ഒന്നിനോടും ഒരു ആഗ്രഹമില്ല. ഇത് ദുഃഖം ഉണ്ടാക്കുന്നതാണ്, ഇത് സുഖം ഉണ്ടാക്കുന്നതാണ് എന്നൊന്നും വേറെ ചിന്തിക്കാതെ, അതൊന്നും സങ്കല്പിക്കാതെ എല്ലാം ഒരുപോലെ, അങ്ങനെ ഇതെല്ലാം പ്രകൃതിയുടെ കാര്യമാണ്. അതുകൊണ്ട് ഇതിങ്ങനെ എല്ലാം ഒരുപോലെ തന്നെയാണ്, ഇതിലൊന്നിനും പ്രത്യേകതയില്ല എന്നുള്ള വിചാരം കൊണ്ട് സർവത്ര വിരക്തിയെ ആര് പ്രാപിക്കുന്നുണ്ടോ, അപ്പോ സമദൃഷ്ടിയായിട്ട് ഒരു പുരുഷന് എല്ലാം ഒരേപോലെ എന്ന് ചിന്തിക്കുന്ന ഒരു പുരുഷന് സർവത്ര സുഖം തന്നെ അനുഭവമായിട്ട് വരും എന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.